ഹലോ ഫ്രണ്ട്സ്, IP മാറ്റിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഒരു ചെറിയ ക്വിക്ക് വീഡിയോ ആണ്. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ഒന്നുമല്ല. സോ ക്വിക്ലി വി ക്യാൻ മൂവ് ടു ദി ആപ്ലിക്കേഷൻ പ്രോസസ്. സോ ഗൂഗിളിൽ IP മാറ്റ് രജിസ്ട്രേഷൻ അടിച്ചാൽ IIM ഇൻഡോറിൻ്റെ തന്നെ അഡ്മിഷൻസ് IIM ഇൻഡോർ ലിങ്ക് വരും. അതിനകത്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ടിക്കറ്റ് യൂസർ ID ആൻഡ് പാസ്വേഡിലോട്ട് പോവാം. വൺസ് യു മൂവ് ഓൺ ടു ദാറ്റ്, നിങ്ങളുടെ ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ് ഇത്. നിങ്ങളുടെ ഒരു ഡാറ്റ പ്രൈവസി അക്സെപ്റ്റൻസ് ആണ്, അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. പേര്, നിങ്ങളുടെ ജെൻഡർ കറക്റ്റായിട്ട് കൊടുക്കുക. കാറ്റഗറി നിങ്ങൾ ഇപ്പോൾ SC/ST കാറ്റഗറി ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്രൈറ്റീരിയ August 1, 1999 ശേഷം ജനിച്ചവരായിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ജനറൽ ആണ് കൊടുക്കുന്നതെങ്കിൽ August 1, 2004 ശേഷമായിരിക്കണം. സെയിം അപ്ലൈസ് ഫോർ EWS ആസ് വെൽ ആസ് OBC കാൻഡിഡേറ്റ്സ് ആസ് വെൽ. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി yes or no കൊടുക്കാം. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ സേ ചൂസ് 2004 ശേഷം നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങളുടെ ബാക്കിയുള്ള ഡോക്യുമെൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതൊരു ഡിസ്ക്രിപ്പൻസി ആവാം. സോ ദേ വിൽ ബി റിമൂവിങ് യുവർ കാൻഡിഡേച്ചർ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. നാഷണാലിറ്റി, കൺട്രി ഓഫ് റെസിഡൻസ്, ഇതെല്ലാം വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു ഡമ്മി നമ്പറാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നമ്പറല്ല. സോ ഫോർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം ഡമ്മി ഡാറ്റാസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് തന്നെ നോക്കി കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ക്യാപ്ച എൻ്റർ ചെയ്താൽ മുന്നോട്ട് പോകാവുന്നതാണ്. I agree കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യാൻ കൊടുക്കുക. ഇവിടെ ഇതെല്ലാം വെരിഫൈ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങളൊരു ഒരു EWS കാൻഡിഡേറ്റ് ആണ്, പക്ഷേ നിങ്ങൾ ജനറൽ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജനറലിൻ്റെ കട്ട് ഓഫിൽ മാത്രമേ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നീട് നിങ്ങൾക്ക് ഇതൊന്നും ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പേരിൽ ഇപ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു അക്ഷരം കൂടിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇനിഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, എക്സാം ഹോളിൽ നിങ്ങളെ കയറ്റുന്നത് ഉണ്ടാവില്ല. കാരണം അവർ നിങ്ങളുടെ ഒരു ID കാർഡുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. സോ ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ആൻഡ് വൺസ് യു സബ്മിറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് മെയിലിൽ കിട്ടിയത് കൊടുക്കുകയാണ്. ചെറിയൊരു ഡിലേ ഉണ്ടാവും. സോ ഡോണ്ട് വറി ഇഫ് ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ 242638 ആൻഡ് പാസ്വേഡ് JR ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലോഗിനായി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ കുറേ ഡീറ്റെയിൽസ്, ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ഫിൽ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക മുന്നോട്ട് പോകാൻ. ഫിൽ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ അഗെയിൻ ഇതേപോലെ അവരൊരു കണ്ടീഷൻ, ഒരു ഡിസ്ക്ലൈമർ അവർ ചോദിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ഇൻപുട്ട് ചെയ്യുക. മാൻഡേറ്ററി ആയിട്ടുള്ളത് ഡെഫിനറ്റ്ലി എല്ലാം സെലക്ട് ചെയ്യുക. ആൻഡ് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ഉറപ്പുവരുത്തുക. ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നില്ല. ഇനി നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എൻഷുർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങളിങ്ങനെ തിരിഞ്ഞ് നിൽക്കുക, ചരിഞ്ഞ് നിൽക്കുക, ബ്ലർ ആയിട്ടുള്ളത്, കോൺട്രാസ്റ്റ് കുറവുള്ള മുതലായ ഫോട്ടോകളൊന്നും ഉപയോഗിക്കുന്നത്. 80 KB ആണ് മാക്സിമം ഫോട്ടോയുടെ സൈസ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലുള്ള ഫയൽ സൈസാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഓൺലൈൻ ടൂൾസിൽ തന്നെ ഇട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. കംപ്രസ് ചെയ്തെടുക്കുക. ഇതേപോലെ ബ്രൈറ്റ്നസ് കൂടുതലുള്ളത്, കോൺട്രാസ്റ്റ് കുറവുള്ളതൊന്നും ഉപയോഗിക്കുക. ആൻഡ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പിൾ പാസ്വേഡ് സൈസ് ഫോട്ടോ തന്നെ ഉപയോഗിക്കുക. സോ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ്. സോ ഫോട്ടോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഏതാണ്ട് ഒരു 80 KB താഴെയുള്ള, എന്നാൽ ഒരുപാട് ചെറുതും ആവില്ല അങ്ങനെയുള്ള ഒരു ഫോട്ടോഗ്രാഫ്. ആൻഡ് അതുപോലെ തന്നെ ഒരു സിഗ്നേച്ചർ ഞാനിവിടെ സാമ്പിൾ സിഗ്നേച്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡഡ് ആണ്. നൗ സ്കാൻ കോപ്പി ഓഫ് വാലിഡ് ID പ്രൂഫ്. അഗെയിൻ ഒരു ID പ്രൂഫിൻ്റെ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ആൻഡ് അതും ഞാനിപ്പോൾ സാമ്പിളായിട്ട് ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. And you can go to the next page. Please enter candidates, okay, guardian's name, ഇതെല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുക. ഫാദേഴ്സ് നെയിം, മദർസ് നെയിം ഒക്കെ കൊടുക്കുക. ആൻഡ് വി ക്യാൻ മൂവ് അഹെഡ്. നൗ വി ആർ ദി സെക്ഷൻ വേർ നമ്മൾ മാർക്ക് കൊടുക്കണം. അപ്പോൾ 10th മാർക്ക് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് മാർക്ക് ഇൻ പെർസെൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 10 GP ആണ് CBSE കിട്ടിയെങ്കിൽ അത് 95% ആയിരിക്കും. സോ മാർക്സ് ഇൻ പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആ പെർസെൻറ്റേജ് തന്നെ അടിക്കുക. 95.00 ആണ്. ആൻഡ് നിങ്ങളുടെ ബോർഡ് ഞാനിവിടെ CBSE ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ റെസ്പെക്റ്റീവ് ബോർഡ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനിവിടെ ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഇയർ ഓഫ് കംപ്ലീഷൻ. അപ്പോൾ ഇയർ ഓഫ് കംപ്ലീഷൻ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. 2021 ആണ് ഞാൻ കൊടുക്കുന്നത്. 2021.
ആൻഡ് ദെൻ അതിൻ്റെ മാർക്ക് ഷീറ്റ് ഇവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. യെസ്, PDF ഫയൽസ് മാത്രമാണ് അവർ അതിലെടുക്കുന്നത്. സോ ലെറ്റ് സി ഇഫ് ഐ ഹാവ് സം PDF ഫയൽസ് ഇൻ മൈ ഐ മീൻ ഇൻ മൈ PC. സോ ഞാൻ റാൻഡമായിട്ട് ഒരു PDF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 12th ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ വർഷം 12th നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ യു വിൽ ഹാവ് ടു ഗിവ് നോ. ഹാവ് യു കംപ്ലീറ്റഡ് 12th? നോ. ആൻഡ് കോഴ്സ് ടൈപ്പ് 12th തന്നെയാണ്. ആൻഡ് യു ക്യാൻ ഫിൽ ഇൻ യുവർ ബോർഡ് ഡീറ്റെയിൽസ്. ഇപ്പോൾ CBSE ആണെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, സ്കൂളിൻ്റെ നെയിം നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് ദെൻ നിങ്ങളുടെ സ്ട്രീമും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇൻ കേസ് നിങ്ങൾ ഇതല്ല, ഐ മീൻ ഇത്തവണ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തവരാണ്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് യെസ് ടു ക്ലാസ് സ്റ്റാൻഡേർഡ് 12th. ആൻഡ് ദെൻ 12th തന്നെ കൊടുത്തതിന് ശേഷം യു വിൽ ഓൾസോ ഹാവ് ടു അപ്ലോഡ് യുവർ മാർക്ക് ഷീറ്റ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇതാണ് ഫൈനൽ പേജ്. നിങ്ങളുടെ സിറ്റിയാണ്, അതായത് എക്സാം സെൻ്ററാണ്. അപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കോഴിക്കോട്, എനിക്കാണെങ്കിൽ എൻ്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ കോഴിക്കോട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നു. കണ്ണൂരുണ്ടോ എന്ന് നോക്കുന്നു, കണ്ണൂരില്ല. എറണാകുളം ഓർ കൊച്ചി, മൊത്തത്തിൽ വളരെ കുറച്ച് സിറ്റികളേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഈ ഒരു പേജിൽ വരുമ്പോൾ നമ്മൾ സിറ്റി പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ കോഴിക്കോട് കൊടുക്കുന്നു. നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സെൻറ്റർ ഉണ്ട്, പിന്നെ നമുക്ക് അടുത്തുള്ളത് ചെന്നൈ ആണ്, പിന്നെ നിങ്ങൾക്ക് കോഴിക്കോടുണ്ട് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഉള്ളത് തിരുവനന്തപുരമാണ്. പിന്നെ വളരെ കുറച്ച് സെൻറ്ററുകൾ മാത്രം IP മാറ്റിനുള്ളൂ, ഒരുപാട് അധികം സെൻറ്ററുകളില്ല. സോ കേരളത്തിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ തിരുവനന്തപുരം അല്ലെങ്കിൽ കോഴിക്കോട്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ പോയി നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ അവർ ഫസ്റ്റ് കം ഫസ്റ്റ് സർവിൽ അലോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ വൺസ് യു ഡു ദാറ്റ്, ഐ മീൻ നിങ്ങൾ എന്തായാലും 5 പ്രിഫറൻസ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ മാൻഡേറ്ററി ആണ്. അപ്പം ഒരു ഇതും റാൻഡമായിട്ട് ഫില്ല് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യത്തെ കോഴിക്കോടും തിരുവനന്തപുരവും ബാംഗ്ലൂരും ചെന്നൈയും കൊടുത്തു. ഇനി 5ാമത്തത് എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിൽ കൊടുക്കാതെ നിങ്ങളുടെ അടുത്തുള്ള എത്തിപ്പെടാൻ പറ്റുന്ന അത്യാവശ്യം കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലം കൊടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക. ആൻഡ് വൺസ് യു ഡു ദാറ്റ്, യു ക്യാൻ സെലക്ട് ഇൻ്റർവ്യൂ സിറ്റി പ്രിഫറൻസ് ആസ് വെൽ. ഇൻ്റർവ്യൂ സിറ്റി പ്രിഫറൻസിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബാംഗ്ലൂർ ആയിരിക്കും. സോ ബാംഗ്ലൂരും ചെന്നൈയും കൊടുക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇഫ് യു ആർ someone from Kerala. And ഓക്കെ, ഇനി നിങ്ങൾ ഇതിൻ്റെ എക്സാം ഫീസ് ആയിട്ടുള്ള 4130 പ്ലസ് 18% GST നിങ്ങൾക്ക് കൊടുക്കാം. അത് എഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യണം. സോ ഇവിടെ നെറ്റ് ബാങ്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ UPI ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി IPMAT 2024. നിങ്ങൾ എല്ലാവരും തന്നെ IPMAT ക്രാക്ക് ചെയ്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോറിൽ IPM പ്രോഗ്രാമിൽ അഡ്മിറ്റ് ആയി 5 years കൊണ്ട് നിങ്ങൾ വളരെ മികച്ച നിലയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.